ഹായ് രുചി എക്സ്പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷവലത്തിക്കാടൻ. ഞാൻ ആസിറ. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെറിയ കോവിഡിന്റെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ ക്ലിയർ ആയി. ഇനി മുതൽ നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. പിന്നെ അതിന്റെ ഇടയിൽ നമ്മളൊരു വീഡിയോസ് വൈറലായി, നിങ്ങൾക്ക് അറിയുണ്ടാവും. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടി. എല്ലാവരോടും അകമഴിഞ്ഞ നന്ദി. ഇന്ന് നമ്മുടെ നാസിയുടെ വക ചെറിയൊരു സ്പെഷ്യൽ എന്ന് പറയണില്ല, ഒരു അറേബ്യൻ ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഷവർമയാണ്. നമ്മൾ കുബൂസും അതുപോലെ തന്നെ മയോണൈസും ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക, വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഷവർമ തയ്യാറാക്കിയെടുത്താലോ? ചിക്കൻ ഷവർമയാണ് കേട്ടോ ഇത്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഞാൻ കുബൂസും അതുപോലെ തന്നെ മയോണൈസും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ വീട്ടിൽ ഷവർമ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് നിങ്ങൾ വീഡിയോ കാണണം കേട്ടോ. ഷവർമ റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുബൂസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ഗ്ലാസ് ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് ഈസ്റ്റും അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാലെടുക്കുമ്പോൾ ചൂട് കൂടിപ്പോവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനത് അവിടെ അടച്ചു വെച്ചിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് മാവ് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ട് ഒരു 2.5 ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പാലെടുത്ത സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് അളവിനായിട്ട് കിട്ടും ചെയ്യും. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് മൈദമാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തണുപ്പായതുകൊണ്ട് തന്നെയാണ് 15 മിനിറ്റ് ഒക്കെ എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് ഒക്കെ മതി പൊന്തി വരാൻ. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതിൻ്റെ കൂടെ നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് കുഴച്ചെടുത്താൽ മനസ്സിലാവും. ഇപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഒരു 2-3 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റിയിട്ടാണ് കുഴച്ചെടുത്തത്. പിന്നെ നമ്മൾ ഒന്ന് സോഫ്റ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഞാനൊരു 10 മിനിറ്റോളം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മുകളിൽ ഓയിലൊന്ന് തടവി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2-3 മണിക്കൂർ അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ ഏകദേശം 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മാവ് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ഡബിളായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഈക്വൽ പാർട്ടാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 7 പീസാക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. ഇനി ഓരോ പീസും നമുക്ക് ഉരുളകളാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പൊറോട്ടയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ അതായത് നമ്മളിങ്ങനെ ഉള്ളിലോട്ട് ആക്കി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നല്ലപോലെ നമുക്ക് പൊട്ടാതെ തന്നെ നമുക്കത് പരത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ ഏകദേശം ഇതുപോലെയാണ് ആക്കിയെടുക്കേണ്ടത്. നമുക്ക് എല്ലാ ഉരുളകളും ഇതുപോലെ ചെയ്തിട്ട് ഒന്നൊരു നനവുള്ള തുണി വെച്ചിട്ട് അടച്ച് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു 10 മിനിറ്റ് വരെ നമുക്കിത് മൂടി വയ്ക്കാം. 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ നമ്മുടെ മാവ് സോഫ്റ്റായിട്ട് പൊന്തി വരും. ഇനി നമുക്കിതിനെ പരത്തിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാവ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അല്ലെ എന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇനി നമ്മൾ പരത്തിയെടുക്കുമ്പോൾ വല്ലാതെ കട്ടി കൂടാനും പാടില്ല, എന്നാൽ കട്ടി കുറയും ചെയ്യരുത്. അതുപോലെ തന്നെ പരത്തിയെടുക്കുമ്പോൾ എല്ലാ സൈഡും ഒരേ കട്ടിയിൽ വരാൻ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഏകദേശം ഈ ഒരു കട്ടിയിലാണ് നമുക്ക് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാ ഉരുളകളും ഇതുപോലെ പരത്തിയെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് നമ്മുടെ മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുബൂസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ഇതുപോലെ ഒന്ന് പൊന്തി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഭാഗം കൂടെ ഇതുപോലെ പൊന്തി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ പൊന്തി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ പൊന്തിയിട്ട് വരും. അപ്പോൾ നമ്മുടെ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്, ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലോട്ട് ഇടുന്നത് ഒരു അറബിക് മസാലയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ സാൻജീരകം, പിന്നെ 1 ടീസ്പൂൺ പട്ട, 1 ടീസ്പൂണ് കറാമ്പൂവ്, അതുപോലെ തന്നെ ഒരു 10-11 ഏലക്കായ, പിന്നെ കുറച്ച് ജാതിപത്രി,
ഒരു 3-4 എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് മല്ലിയാണ്. അപ്പോൾ 1 ടീസ്പൂണ് മല്ലി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 വറ്റൽമുളകും അതുപോലെ തന്നെ കറുവപ്പട്ടയുടെ ഇലയില്ലേ അത് 2 എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമില്ല, ബാക്കി നമുക്ക് അടച്ചു വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. കുറച്ച് പേര് എന്നോട് ഇതിൻ്റെ കൂട്ട് ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടത് കേട്ടോ. ഇനി ചിക്കൻ മസാല തേച്ച് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂണാണ് മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇനി നമുക്ക് മുളക് പൊടിയാണ്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി തൈരാണ് ആഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് തൈരോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ സുർക്കയോ ഉപയോഗിക്കാം. അപ്പം ഞാനിവിടെ തൈരാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത്. ഇനി നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ എല്ലാം വെച്ച് കൊടുത്തിട്ട് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ചിക്കൻ കിട്ടും. പിന്നെ വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ സിമ്മിലിടാൻ മറക്കരുത് കേട്ടോ ഫ്ലെയിം. അതുപോലെ തന്നെ നമ്മളൊരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ വെള്ളം പൊന്തിയിട്ടുണ്ടാവും. പേടിക്കൊന്നും വേണ്ട കേട്ടോ, കുറച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തിട്ട് കിട്ടും. കണ്ടോ, അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെന്ത് ചെയ്യാം, ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മയോണൈസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. പിന്നെ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എഗ് വൈറ്റ് മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എഗ് വൈറ്റ് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെളുത്തുള്ളിയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനൊരു 3 വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കൂടി പോകരുത്. വളരെ കുറച്ച് ഉപ്പേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര, ഞാൻ ഇത്രയും പഞ്ചസാര എടുക്കുന്നുള്ളൂ. അത് നമ്മുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ചെറുനാരങ്ങ നീരാണ്. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂണ് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഓയിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് ഓയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് അളവാണ് കേട്ടോ. ഇനി നമ്മൾ അടിച്ചെടുക്കുമ്പോൾ നോക്കുക, ഇതുപോലെ ബാക്കിലോട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അതുപോലെ ഓയിൽ കുറച്ചായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ടെക്സ്ചറിൽ നമ്മുടെ മയോണൈസ് റെഡിയാക്കി കിട്ടുള്ളൂ. അപ്പോൾ അത് കണ്ടില്ല, നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള വെജിറ്റബിൾസ് നോക്കാം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ്, ക്യാബേജ്, അതുപോലെ തന്നെ കുറച്ച് കുക്കുംബർ, പിന്നെ ഒരു ചെറിയൊരു തക്കാളി, അതുപോലെ തന്നെ ഒരു ചെറിയൊരു സവാള. ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൽ കുറച്ച് മയോണൈസ് ആഡ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചർ തന്നെ നമുക്ക് കിട്ടും. അല്ലാതെ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മുടെ കുബൂസ് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബട്ടർ പേപ്പറിലോട്ട് നമ്മുടെ കുബൂസ് വെച്ച് കൊടുത്തിട്ട് കുറച്ച് മയോണൈസ് ഇതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുക്കുക. ഇനി നമ്മുടെ മിക്സ് ഇതിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മിക്സ് വെച്ചിട്ട് നമുക്കിനി ഇത് റോൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഫില്ലിങ്. അപ്പോൾ നമുക്കിനി ഇത് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ റോൾ ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. കാരണം നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന അതേപോലെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവർക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര ത്രില്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ഷവർമയും നമുക്ക് റോളാക്കിയിട്ടെടുക്കാം. അപ്പം കണ്ടില്ലേ, നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കുബൂസും മയോണൈസൊക്കെ ആയിട്ട് ഒരു ഷവർമ റെഡിയാക്കി എടുക്കാമെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. പുതിയ രുചി വിഭവങ്ങളുമായി രുചി എക്സ്പ്രസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.